ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ 2 44 നദികൾ. ആൻസർ ഓപ്ഷൻ 2 44 നദികളാണുള്ളത്. 2. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല. ആൻസർ ഓപ്ഷൻ 3 കാസർഗോഡ് ജില്ല. ആൻസർ ഓപ്ഷൻ 3 കാസർഗോഡ് ജില്ല. 3. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 തൂതപ്പുഴ. ആൻസർ ഓപ്ഷൻ 1 തൂതപ്പുഴ. 4. അർദ്ധശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ പരാമർശിക്കുന്ന നദി ഏതാണ്? അർദ്ധശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ പരാമർശിക്കുന്ന നദി. ആൻസർ ഓപ്ഷൻ 4 പെരിയാർ. ആൻസർ ഓപ്ഷൻ 4 പെരിയാർ. 5. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 കുറ്റ്യാടിപ്പുഴ. ആൻസർ ഓപ്ഷൻ 2 കുറ്റ്യാടിപ്പുഴ. 6. ക്വസ്റ്റ്യൻ, ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം. ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം അറിയപ്പെടുന്ന പേര്. ആൻസർ ഓപ്ഷൻ 3 മായന്നൂർ. ആൻസർ ഓപ്ഷൻ 3 മായന്നൂർ. 7. ക്വസ്റ്റ്യൻ, തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ചാലിപ്പുഴ. ആൻസർ ഓപ്ഷൻ 1 ചാലിപ്പുഴ. 8. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി ഏതാണ്? ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 പെരിയാർ. ആൻസർ ഓപ്ഷൻ 4 പെരിയാർ. 9. ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ചാലക്കുടിപ്പുഴ. ആൻസർ ഓപ്ഷൻ 2 ചാലക്കുടിപ്പുഴ. 10. കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ല ഏതാണ്? കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 കോഴിക്കോട് ജില്ല. ആൻസർ ഓപ്ഷൻ 3 കോഴിക്കോട് ജില്ല. 11. ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി പുഴ എന്ന പേര് നൽകിയ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ 1 തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ആൻസർ ഓപ്ഷൻ 1 തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. 12. ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി. ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി. ആൻസർ ഓപ്ഷൻ 4 കെ.എ. റഹ്മാൻ. ആൻസർ ഓപ്ഷൻ 4 കെ.എ. റഹ്മാൻ. 13. ചാലിയാർ പതിക്കുന്ന കടൽ ഏതാണ്? ചാലിയാർ പതിക്കുന്ന കടൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 അറബിക്കടൽ. ആൻസർ ഓപ്ഷൻ 2 അറബിക്കടൽ. 14. എസ്.കെ. പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 ഇരുവഞ്ഞിപ്പുഴ. ആൻസർ ഓപ്ഷൻ 3 ഇരുവഞ്ഞിപ്പുഴ. 15. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ള നദി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ള നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 പെരിയാർ. ആൻസർ ഓപ്ഷൻ 1 പെരിയാർ. 16. ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്ന നദീതീരം. ആൻസർ ഓപ്ഷൻ 4 പമ്പ നദി. ആൻസർ ഓപ്ഷൻ 4 പമ്പ നദി.
17 മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്ന സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ബാലപ്പൂണി കുന്നുകൾ. ആൻസർ ഓപ്ഷൻ 2 ബാലപ്പൂണി കുന്നുകൾ. 18 കപില എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കപില എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 കബനി. ആൻസർ ഓപ്ഷൻ 3 കബനി. 19 അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ആൻസർ ഓപ്ഷൻ 1 നെയ്യാർ. ആൻസർ ഓപ്ഷൻ 1 നെയ്യാർ. 20 ജൈവവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി. ജൈവവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 ചാലക്കുടി. ആൻസർ ഓപ്ഷൻ 4 ചാലക്കുടി പുഴ. 21 കടലിൽ പതിക്കുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? കടലിൽ പതിക്കുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ഭാരതപ്പുഴ. ആൻസർ ഓപ്ഷൻ 2 ഭാരതപ്പുഴ. 22 ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 പെരിയാർ. ആൻസർ ഓപ്ഷൻ 3 പെരിയാർ. 23 കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ഏത് നദിയുടെ തീരത്താണ്? ആൻസർ ഓപ്ഷൻ 1 ചാലിയാർ. ആൻസർ ഓപ്ഷൻ 1 ചാലിയാർ. 24 കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ആൻസർ ഓപ്ഷൻ 4 ഭാരതപ്പുഴ. ആൻസർ ഓപ്ഷൻ 4 ഭാരതപ്പുഴ. 25 ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ആൻസർ ഓപ്ഷൻ 2 ആനമല. ആൻസർ ഓപ്ഷൻ 2 ആനമല. 26 ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്ന നദി. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 കണ്ണാടിപ്പുഴ. ആൻസർ ഓപ്ഷൻ 3 കണ്ണാടിപ്പുഴ. 27 കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിക്കുന്നത് ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ 1 ഭാരതപ്പുഴ. ആൻസർ ഓപ്ഷൻ 1 ഭാരതപ്പുഴ. 28 കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദി. കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദി. ആൻസർ ഓപ്ഷൻ 4 ചന്ദ്രഗിരി പുഴ. ആൻസർ ഓപ്ഷൻ 4 ചന്ദ്രഗിരി പുഴ. 29 കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 മയ്യഴി പുഴ. ആൻസർ ഓപ്ഷൻ 2 മയ്യഴി. 30 താഴെ പറയുന്നവയിൽ പെരിയാറിൻ്റെ പോഷക നദി ഏതാണ്? താഴെ പറയുന്നവയിൽ പെരിയാറിൻ്റെ പോഷക നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 മുല്ലയാർ. ആൻസർ ഓപ്ഷൻ 3 മുല്ലയാർ. 31 താഴെ കൊടുത്തിരിക്കുന്നവയിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 കബനി. ആൻസർ ഓപ്ഷൻ 1 കബനി. 32 താഴെ പറയുന്നവയിൽ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 കുന്തിപ്പുഴ. ആൻസർ ഓപ്ഷൻ 4 കുന്തിപ്പുഴ. 33 ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ
ജലസംഭരണിയിൽ ഏത് നദിയിലെ ജലമാണ് സംഭരിക്കപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ 2 പെരിയാർ. ആൻസർ ഓപ്ഷൻ 2 പെരിയാർ. 34 കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 കബനി. ആൻസർ ഓപ്ഷൻ 2 കബനി. 35 കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 പെരിയാർ. ആൻസർ ഓപ്ഷൻ 3 പെരിയാർ. 36 കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ 1 3. ആൻസർ ഓപ്ഷൻ 1 3. 37 കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? ആൻസർ ഓപ്ഷൻ 4 കാവേരി. ആൻസർ ഓപ്ഷൻ 4 കാവേരി. 38 പമ്പ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? പമ്പ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ 2 വേമ്പനാട്ടുകായൽ. ആൻസർ ഓപ്ഷൻ 2 വേമ്പനാട്ടുകായൽ. 39 ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി. ആൻസർ ഓപ്ഷൻ 2 പമ്പ. ആൻസർ ഓപ്ഷൻ 2 പമ്പ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 40 കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. ആൻസർ ഓപ്ഷൻ 2 നെയ്യാർ. ആൻസർ ഓപ്ഷൻ 2 നെയ്യാർ. താങ്ക് യു.